മലയാളികളുടെ നിത്യജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ് ചായ. തൊഴിലിടങ്ങളിലെ ഇടവേളകളിലും സൗഹൃദ സദസ്സുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറിയ ചായയുടെ വിലയിൽ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. 2001 വർഷത്തിൽ കേരളത്തിലെ ചായക്കടകളിൽ സാധാരണ നിരക്ക് 5 രൂപയായിരുന്നു. അക്കാലത്ത് 20 രൂപ കയ്യിലുണ്ടെങ്കിൽ 4 പേർക്ക് ഒരുമിച്ച് ചായ കുടിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ 2026 വർഷത്തിൽ എത്തിനിൽക്കുമ്പോൾ തട്ടുകടകളിൽ പോലും ഒരു ചായയ്ക്ക് 12 മുതൽ 15 രൂപ വരെ നൽകേണ്ട സ്ഥിതിയാണ്. പ്രീമിയം റെസ്റ്റോറന്റുകളിൽ ഇത് 15 രൂപയും വലിയ എയർ കണ്ടീഷൻ ചെയ്ത ഹോട്ടലുകളിൽ 30 മുതൽ 50 രൂപ വരെയുമാണ് നിലവിലെ വില. പാൽ, പഞ്ചസാര, തേയില, പാചകവാതകം എന്നിവയിലുണ്ടായ നിരന്തരമായ വിലവർധനവാണ് ചായയുടെ വിലയിലും പ്രതിഫലിച്ചത്. 2010കളുടെ തുടക്കത്തിൽ 7 രൂപയായിരുന്ന ചായവില പിന്നീട് 8, 9, 10 എന്നിങ്ങനെ ഘട്ടംഘട്ടമായാണ് ഉയർന്നു തുടങ്ങിയത്. ചായയുടെ വിലക്കൊപ്പം അതിന്റെ അവതരണരീതിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയകാലത്തെ വലിയ ചില്ലുഗ്ലാസുകൾക്ക് പകരം ഗ്ലാസിന്റെ വലുപ്പം കുറഞ്ഞ കട്ടിങ് ചായ ശൈലി വ്യാപകമായി. മുമ്പ് ഇഞ്ചി ചായയിലും ഏലക്ക ചായയിലും ഒതുങ്ങിനിന്ന ഇടങ്ങളിൽ ഇന്ന് ചോക്ലേറ്റ് ചായ, മസാല ചായ, കുങ്കുമപ്പൂ ചായ, വനില ചായ, തന്തൂരി ചായ എന്നിവ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇത്തരം പ്രീമിയം ഫ്ലേവർ ചായകൾക്ക് 100 രൂപയ്ക്ക് മുകളിലാണ് പലയിടത്തും ഈടാക്കുന്നത്. ചായ വെറുമൊരു പാനീയം എന്നതിലുപരി ഒരു അനുഭവമായി മാറിയ കാഴ്ചയാണ് നിലവിൽ കേരളം കാണുന്നത്.